അത് ഖുർആനിൽ അങ്ങനെയല്ലേ പറയുന്നത്? മറ്റേത് നിങ്ങളുടെ വകയാണ്. തെളിയിക്കാനാവാത്ത നിലയ്ക്ക് ദുർബലമായ പുൽക്കൊടിയാണിത് എന്ന് പേരോടിന് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാനതിവിടെ വന്ന് വിശദീകരിക്കുമെന്ന് പേരോടിന് അറിയാമെന്നതുകൊണ്ട് മുപ്പര് ആദ്യേ ഒരു മുൻകൂർ ജാമ്യം എടുത്തു. എന്താ ഈ മൗലവി ഇവിടെ വന്നിട്ട് പറയുന്നത് ലൈഫാണ്, പിന്നെ ലൈഫാണ് ആണെന്ന് അറിയില്ലേ? മുപ്പര് പറയാ കേട്ടോളികൾ മൗലവി ലൈഫാന്ന് അറിയുന്നു നീ വന്നിട്ട്. അതുകൊണ്ട് ഇനി മൗലവി വന്നിട്ട് ലൈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വായിച്ചു പറ്റിക്കും. അത് ഇമാം ബുഖാരിയുടെ ബുഖാരി അടക്കം മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അല്ലാഹുവിന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതാണ് ഉദ്ദേശമല്ല. അത് നിങ്ങളുടെ പരിപാടിയാണ് കേട്ടോ. ദീന് തകരണം, അത് നിലനിൽക്കരുത് എന്നത് നിങ്ങളുടെ പരിപാടിയാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരിയെ പോലെയുള്ളവരുടെ പേരിൽ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹിയെ പോലെയുള്ളവരുടെ പേരിൽ നിങ്ങൾ പച്ചക്കള്ളം തട്ടിവിട്ടത്? നേരത്തെ ഞാൻ കേൾപ്പിച്ച ഹദീസില്ലേ, ബുഖാരി ഇമാം പറഞ്ഞിട്ടുണ്ടോ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ടോ? എത്ര കളവുകൾ നിങ്ങൾ ഈ നാദാപുരത്തിന്റെ മണ്ണിൽ വിളമ്പിയിട്ടുണ്ട്. ലഈഫ് എന്ന് പറയുന്നത് പറ്റിക്കുമെന്നല്ലേ? പറ്റിക്കുകയല്ല, കിതാബിൽ നിന്നാണ് വായിച്ച് കൽപ്പിക്കുന്നത്. ഉണ്ടോ ഇല്ലേ എന്ന് പറയണം. സനദിൽ ഒന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല പോലും. അതും കൂടെ കേട്ടോളൂ. സനദിൽ ആളുണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതും കൂടി കേട്ടോളൂ നിങ്ങൾ. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. പിന്നെന്തിനാ പേരോടെ നിങ്ങൾ മുമ്പ് പറഞ്ഞത് അൽ-ഇസ്നാദു മിനദ്ദീൻ ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. സനദീസിലെ ദീനിൽപ്പെട്ടതാണ്. സനദിൽ നീ ആരെ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ലാന്ന് പേരോടിനറിയാം. അടുത്ത പ്രസംഗത്തിൽ മൗലവി വന്നിട്ട് പറയുമെന്ത്, അതിലൊരു കദ്ദാബുണ്ട്, അതിലൊരു ലഈഫുണ്ടെന്ന് സനദുൽ പറയുമ്പോ അത് പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. പരമ്പര വേണം, റസൂലുള്ളവരെ എത്തുന്ന സിഖത്തായ പരമ്പര വേണം എന്ന് ഇവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് പറയുമ്പോ എന്തേ നിങ്ങൾ പറഞ്ഞത് സനദിലൊന്നും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ലാന്ന്? അൽ-ഇസ്നാദു മിനദ്ദീൻ എന്നത് ആദം നബിയുടെ പേരിൽ കള്ളം പറയുമ്പോ നിങ്ങൾക്ക് മാനദണ്ഡമല്ല അല്ലേ? നിങ്ങൾക്ക് തോന്നിയതുപോലെയാണോ മാനദണ്ഡം?